തൃശൂർ വില്ലാടത്ത് മിന്നൽ ചുഴലി ഉണ്ടായിരിക്കുന്നു. മിൽമയുടെയും വില്ലേജ് ഓഫീസിന്റെയും മുന്നിൽ മരം വീണിരിക്കുകയാണ്. പ്രദേശത്ത് വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, എന്താണ് ഈ മിന്നൽ ചുഴി? അവിടെ ഒരു വലിയ മരം വന്ന് വീണിരിക്കുന്നു. ആർക്കും അപകടം പറ്റിയില്ലല്ലോ അല്ലേ? തൃശൂർ വില്ലടത്താണ് ഇപ്പോൾ വലിയൊരു മരം കടപുഴകി വീണിരിക്കുന്നത്. അവിടെ ഇപ്പോൾ മരം മുറിച്ചു മാറ്റുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് മരം വീണ് കിടക്കുന്നത്. ജേസൺ, എന്താണ് ഈ മിന്നൽ ചുഴലി? എന്താണ് സംഭവിച്ചത്? സ്മൃതി, അല്പം മുമ്പാണ് ശക്തമായ മിന്നൽ ചുഴലി തൃശൂർ നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായത്. പ്രധാനമായും വില്ലടം, ചേറൂർ പ്രദേശങ്ങളിലാണ് മിന്നൽ ചുഴി ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പല സ്ഥലങ്ങളിലും മിന്നൽ ചുഴി ശക്തമായി ഉണ്ടായി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. പല സ്ഥലത്തും കാറിന് മുകളിലേക്കും മരങ്ങൾ വീണിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ട സ്ഥിതിയാണ് വിവിധ സ്ഥലങ്ങളിൽ. ഇപ്പോൾ ചേറൂർ ഭാഗത്തൊക്കെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയ വാഹനങ്ങൾ ഈ സമയത്ത് സ്കൂളിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവരുടെയൊക്കെ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ്. റോഡിലേക്ക് വലിയ മരം, മിൽമയ്ക്ക് മുൻപിൽ വെച്ച് വലിയ മരം വീണു. പക്ഷേ ആളപായമൊന്നും ഉണ്ടായില്ല എന്നതൊരു ആശ്വാസം എന്ന് മാത്രം പറയേണ്ടി വരും. കാരണം വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നു. വലിയ മരം കടപുഴകി വീഴുന്ന സമയത്ത് ആ വാഹനം കടന്നു പോകുന്ന സമയത്തായിരുന്നില്ല സ്വാഭാവികമായും ആ മരം വീണതെന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ പറമ്പുകളിൽ, വിവിധ ആളുകളുടെ പറമ്പുകളിൽ വലിയ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് ഈ കാറ്റ് നിന്നാണ് പറയുന്നത്. ചേട്ടൻ ഇവിടെ എപ്പോഴായിരുന്നു കാറ്റ്? ഇതൊരു 9 മണിക്ക് മുമ്പ്, ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? ആ കൊമ്പ് പൊടിഞ്ഞ് വീണതാണ്. അതെ, വലിയ കാറ്റായിരുന്നു. കാറിന്റെ മുളയ്ക്ക് കൊണ്ടു. കാറിന്റെ ബോണറ്റ് ആൾക്കൊന്നും പറ്റിയില്ല. എത്ര സമയം നിന്നു കാറ്റ്? ഒരു 10-15 മിനിറ്റ് ആയിരുന്നു. ഈ സമയത്ത് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നുണ്ടായിരുന്നു. അല്ല, കാറിന്റെ മുകളിൽ ഒരു കാറിന്റെ മുളയ്ക്ക് കൊണ്ടു. കാറിന്റെ ബോണറ്റ് പോയി, വേറെ ആൾക്കൊന്നും പറ്റിയില്ല. കാർ എന്തെങ്കിലും മാറ്റി? കാർ കൊണ്ടുപോയി. ആളുകൾക്കൊന്നും പറ്റിയില്ല. സ്വാഭാവികമായും അതൊരു ആശ്വാസമാണ് സ്മൃതി. വലിയ രീതിയിൽ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സമയമാണ്. അവിടെ ഇപ്പോൾ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു അല്ലേ? വളരെ വേഗത്തിൽ തന്നെ ആ നടപടികളൊക്കെ നടന്നു. ഒരു മണിക്കൂർ മുന്നേ നമ്മളുടെ ഇതിന്റെ ഒരു ചില്ല താഴേക്ക് വീണതാണ്. ഇതിവിടെ ആളപായം അല്ല, പക്ഷെ 2 വാഹനങ്ങൾക്ക് ചെറിയ അപകടം ഉണ്ടായിട്ടുണ്ട്. ഒന്നൊരു സ്വിഫ്റ്റിന്, ഈ വഴിയിൽ താമസിക്കുന്ന, വായനശാല റോഡിൽ താമസിക്കുന്ന ഒരു വണ്ടി. പല സ്ഥലങ്ങളിൽ കാറ്റ് വന്നിട്ടുണ്ട്. അവിടെ മിൽമേര അവിടേക്ക് വലിയ മരം കടപുഴകി. പേരേക്കാട് കുറെ മരങ്ങൾ വീണിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇത് ആളപായം ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല.